ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ നാടനായിട്ടുള്ളൊരു മുരിങ്ങക്കായ മസാലയുടെ റെസിപ്പിയാണ്. വീട്ടിലുണ്ടാക്കിയ മുരിങ്ങക്കായ ഉപയോഗിച്ച് അധികം കറിയില്ലാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു മുരിങ്ങക്കായ മസാലയാണ്, അല്ലെങ്കിൽ മുരിങ്ങക്കായ പെരളൻ എന്നും പറയാം. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, ഇവിടെ റിയാദിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ റൂമിലുണ്ടായ മുരിങ്ങക്കായാണ്. മാഷാ അല്ലാ, അവിടെ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നു. അങ്ങനെ ആ മുരിങ്ങക്കായ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്യുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് 4 മുരിങ്ങക്കായാണ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് നാടനായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അധികം മൂക്കാത്ത മുരിങ്ങക്കായ എടുക്കുന്നതാണ് നല്ലത്, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് ചെറിയുള്ളി വേണം. ഒരു 15 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 സവാള എടുത്താലും മതിയാകും. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. നല്ല വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 1.5 തക്കാളി എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. തക്കാളി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ആ നാടൻ ഒരു ടച്ച് വരുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്നുകൂടെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ചേർക്കാം. ഇത് ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തത്. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഇതാ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ വെച്ച് ഉടച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. മുരിങ്ങക്കായ കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതിയാകും. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ നല്ലപോലെ വെന്ത് കിട്ടണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ നല്ലപോലെ വെന്തതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ നല്ല പോലെ വെന്ത് എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുരിങ്ങക്കായ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.